എന്താ ഹിന്ദുവിന്റെ അടിസ്ഥാന ശാസ്ത്രം ഒന്ന് പറയുക. ഇത് എത്ര ആള് പറയും? പറഞ്ഞേക്കാം ഇപ്പോ, കാരണം കുറച്ചൊക്കെ ഒരു അവബോധം ഉണ്ടായി വരുന്നുണ്ട്. ഒരു 5 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ പോലും പലരും പറഞ്ഞേനെ രാമായണമാണ്, ഭാഗവതമാണ്, ഭാരതമാണ്. ഇനി മഹാവിഡിത്തം പറഞ്ഞു എന്ന് വരും, ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയാണ് ഹിന്ദുവിന്റെ അടിസ്ഥാന ശാസ്ത്രം. വലിയ വിവരമുള്ള ആളെ പോലെ അങ്ങ് പറഞ്ഞു എന്ന് വരും. എന്നാൽ ഇതൊന്നുമല്ല. വേദമാണ്, വേദമാണ് ധർമ്മത്തിന്റെ അടിസ്ഥാന ശാസ്ത്രം. വേദത്തിന്റെ വ്യാഖ്യാന രൂപമാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളുമെല്ലാം. വേദത്തിന്റെ സാരം എന്നോണം ഉപദേശിക്കപ്പെട്ടതാണ് ഭഗവത്ഗീത പോലുള്ള ഉപദേശങ്ങൾ. ധർമ്മമൂലം എന്ന് പറഞ്ഞാൽ വേദമാണ്. അതാണ് മനു പറഞ്ഞത്, വേദോഖിലോ ധർമ്മമൂലം. ധർമ്മത്തിന്റെ മൂലം സമ്പൂർണമായ വേദമാണ്. എന്താ വേദം എന്ന് പറഞ്ഞാല്? വേദം എന്ന് പറഞ്ഞാല് നേരത്തെ തവള കരച്ചിൽ എന്ന് പറഞ്ഞു, അതിന് കുറച്ചു മുമ്പ് കന്നാലിപ്പാട്ട് എന്ന് കേട്ടിരുന്നു ഇല്ലേ? ഈ കാലികളെ മേയ്ക്കണവര് ചെയ്ത ചില പാട്ടുകളാണ് വേദം. അത് ഏത് കാലത്താ? അത് കുറച്ചു മുമ്പൊക്കെ ഈ ഇരിക്കുന്നവരിൽ മധ്യപ്രായമൊന്നുമല്ല, ഒരു 20 വയസ്സിന് മുകളിലുള്ളവർ വരെ പഠിച്ചത്, സ്കൂളിൽ പഠിച്ചത്, ക്രിസ്തുവിന് മുമ്പ് 3500 കൊല്ലം മുമ്പ് മധ്യപൂർവേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് ഹിന്ദുക്കുഷ് മേഖല വഴി കുടിയേറി ഇവിടെ ഭാരതത്തിലുണ്ടായിരുന്ന തനവംശജരെ ആട്ടിയോടിച്ച് പോരെങ്കിൽ അവർക്ക് വാലും ഫിറ്റ് ചെയ്തു കൊടുത്ത് ഇല്ലേ, അവരെ ദളിതരായിട്ട് അടിച്ചമർത്തി ഒരു സവർണ മേധാവികളായ ആര്യന്മാര് അവരുടെ സാമ്രാജ്യം സ്ഥാപിച്ചു. അവരുടെ ദേവതാ സ്തുതിപരങ്ങളായ കൃതികളാണ് വേദങ്ങൾ എന്നായിരുന്നു. അപ്പൊ സ്വാമി, ഇപ്പോഴത്തെ കുട്ടികൾ അതല്ലേ പഠിക്കുന്നത്? ആണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. SCERT തിരുത്തിയിട്ടുള്ള പുതിയ സിലബസ് അനുസരിച്ച് ഇറങ്ങിയ 9ാം ക്ലാസ്സിലെ ചരിത്ര പുസ്തകം ഒന്ന് എടുത്തു നോക്കുക. അവിടെ കാണാം ക്രിസ്തു 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് കാസ്പിയൻ കടൽ തീരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നവര് ഇവിടെയുള്ള തനത് വംശജരെ അടിച്ചമർത്തി സാമ്രാജ്യം സ്ഥാപിച്ചു. അവരാണ് ഹിന്ദുക്കളെന്ന്. എന്നാൽ അവർക്കൊരു വിശേഷമുണ്ട്, അവർ താഴ്ന്ന ജാതിക്കാരെ അടിച്ചമർത്തിക്കൊണ്ടിരുന്നു. അപ്പോ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് 1 കൊല്ലം കഴിഞ്ഞാൽ 1 കൊല്ലം പ്രായം കൂടിയെന്ന. പക്ഷെ ഇപ്പൊ പുതിയ സിലബസ് അനുസരിച്ച് മാറ്റം വന്നത് 3500 പാശ്ചാത്യൻ അനുവദിച്ചു തന്നതിന്റെ കാലം ഒന്നും കൂടി ചുരുങ്ങി ക്രിസ്തുവിന് മുമ്പ് 1500 എന്തിനീ ക്രിസ്തുവിന് മുമ്പ് 1500 എന്ന് ചോദിച്ചാൽ, ലോകത്തിന്റെ വഴക്കം, ഈ സംസ്കൃതിയുടെ വഴക്കം എന്ത് വന്നാലും യഹൂദന്റെ വഴക്കത്തിനേക്കാൾ മുന്നോട്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ്. അതിന്റെ പിന്നിൽ വളരെ ഉദ്ദേശപൂർണതയുണ്ട് എന്നറിയുക. ഒന്ന് ചിന്തിച്ചു നോക്കണേ. ഇങ്ങനെ പഠിപ്പിച്ചാലോ? ഇതിനാർക്കും ഒരു എതിരും ഇല്ലല്ലോ, ഇതാരും അറിയുന്നില്ലല്ലോ.